നമസ്കാരം. M4Mൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന PF ട്രാക്ക് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. PF ട്രാക്കിൻ്റെ ബേസിക് ക്ലാസ്സുകളെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഞാനിവിടെ PF ട്രാക്ക് ഒരു ഓൾഡ് വെർഷനാണ് യൂസ് ചെയ്യുന്നത്. 2017 മോഡലാണ്. ഇതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പേജ് 1 എന്ന് കാണാം. മറ്റ് 1-2 ഓപ്ഷനുകളാണ്. നമ്മൾ പ്രീവിയസ് വർക്ക് ചെയ്ത ഷോട്ടുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നതാണ്. ഓക്കെ, ശേഷം നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഇപ്പോൾ നമുക്കൊരു സീൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു പാത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഷോട്ടിൻ്റെ പേര് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഡക്ഷൻ ഷോട്ടാണെങ്കിൽ ഷോർട്ട് നെയിം ഉണ്ടാകും. അപ്പോൾ ഞാനിവിടെ ഓൾഡ് ഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വെർഷൻ 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുകയാണ്. ശേഷം കൺഫേം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 3-4 ഒരു വിൻഡോസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ പാത്തുകളിൽ കയറി നമുക്ക് ഷോട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഫോൾഡറിൽ ആ കിടക്കുന്ന പാത്ത് ഡയറക്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. വെറും സിംഗിൾ ഇമേജ്, ഫസ്റ്റ് ഇമേജ് മാത്രം കോപ്പി ചെയ്തിട്ടാൽ മതി. ശേഷം ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 550 ഫ്രെയിംസ് ഉണ്ട്. നമുക്കൊരു വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് 550 ഫ്രെയിംസിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് മിനിമം ഒരു 50 ഫ്രെയിംസ് ആണെന്ന് വിചാരിച്ചോളുക. ഓക്കെ, ഇത്രയും ഫ്രെയിംസ് മതി. ഓക്കെ, ശേഷം ഇനി നമുക്ക് ഇവിടെ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഓപ്ഷനുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സെറ്റിങ്സുകളുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ട്രാക്ക്, സോൾവിങ്, ലെൻസ് ഡിസ്റ്റോർഷൻ, ജിയോമെട്രി, ഫോട്ടോഗ്രാമെട്രി, സീഡത്ത്, സ്പെരിക്കൽ, സ്റ്റീരിയോ, എക്സ്പോർട്ട്, യൂട്ടിലിറ്റി, പൈത്തൺ എന്നിങ്ങനെ കുറച്ചധികം ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഓപ്ഷനുകൾ നമുക്ക് കൃത്യമായി അറിഞ്ഞ ശേഷം മാത്രം നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ഓട്ടോ ട്രാക്ക് എന്ന ഓപ്ഷനിൽ നമുക്ക് അറിയാം 2D ട്രാക്കിങ്ങിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ ട്രാക്ക് ചെയ്ത ശേഷം മാത്രമാണ് നമുക്കൊരു മാച്ച് മൂവ് ഷോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതേപോലെ യൂസർ ട്രാക്ക് എന്ന് പറഞ്ഞാൽ യൂസർ ട്രാക്ക്, അതായത് നമ്മൾ 3D ഈക്വലൈസറിൽ മാനുവൽ ട്രാക്ക് എടുക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇതിലും മാനുവൽ ട്രാക്ക് തന്നെയാണ്. അതിന് യൂസർ ട്രാക്ക് എന്നാണ് പേര് വരുന്നത്. ഓരോ സോഫ്റ്റ്വെയറിലും വ്യത്യാസം വരും. ഇപ്പോൾ ജിയോമെട്രി ട്രാക്ക്, അപ്പോൾ അത് ഒബ്ജക്റ്റ് ട്രാക്കാണ് അത് യൂസ് ചെയ്യുന്നത്. ടാർഗറ്റ് ട്രാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു പർട്ടിക്കുലർ ഒരു ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കതിനെ ജസ്റ്റ് ആ ഒരു ഏരിയ മാത്രമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ ട്രാക്ക് ആൻഡ് സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിൽ തന്നെ അത് ട്രാക്ക് എടുക്കുന്നതിനോടൊപ്പം തന്നെ സോൾവായി വരും. അതിന് പ്രത്യേകിച്ച് വലിയ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. നമ്മൾ മെയിനായിട്ടും ഇതുപോലെ ഇപ്പോൾ ഈ ഒരു ഷോട്ട് കാണുകയാണ്, നമ്മൾ ഇത്ര ഒരു വൈഡ് ഏരിയ ആണ്, മറ്റ് ഇൻട്രാക്ഷനുകളൊന്നും ഇല്ല, ക്യാരക്ടേഴ്സ് ഇല്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓട്ടോ ട്രാക്ക് ആയിരിക്കും നമുക്ക് ഈ ഒരു ഷോട്ടിന് പ്രിഫർ ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ. ഓക്കെ, യൂസർ ട്രാക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഇങ്ങനെയുള്ളൊരു ബിൽഡിങ്ങിൻ്റെ ഈ കോർണേഴ്സ് ഈ എഡ്ജസ് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു മോഡൽ ബിൽഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. കോർണർ ടു കോർണർ ട്രാക്ക് എടുത്തും അതേപോലെ ഈക്വലൈസറിൽ ചെയ്യുന്ന പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ മാനുവൽ ട്രാക്ക് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായി നമ്മുടെ പർപ്പസിനനുസരിച്ചുള്ള ട്രാക്ക് ആയിരിക്കും നമ്മളിവിടെ വെക്കുക. അതാണ് മാനുവൽ ട്രാക്കിൻ്റെ ഗുണം. ഓക്കെ, നെക്സ്റ്റ് സോൾവിങ് എന്ന ഓപ്ഷനിൽ നമ്മൾ 2D ട്രാക്കുകൾ എടുത്ത ശേഷം ആ ട്രാക്കുകളെ നമുക്ക് സോൾവ് ചെയ്യേണ്ടതുണ്ട്. ആ സോൾവ് ചെയ്ത ശേഷം മാത്രമാണ് നമുക്ക് ആ ക്യാമറമാൻ യൂസ് ചെയ്ത ക്യാമറയുടെ ഫോക്കൽ ലെങ്ത്തും അതിൻ്റെ റൊട്ടേഷനും അതിൻ്റെ ഫിലിം ബാക്കും എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനാണ് ഈ സോൾവിങ് എന്നുള്ള ഓപ്ഷനിൽ ക്യാമറ സോൾവർ എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് കിടക്കുന്നത്. ഒബ്ജക്റ്റ് സോൾവർ സെയിം, നമുക്ക് ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ട്രാക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന് ഒബ്ജക്റ്റ് ട്രാക്ക്. സർവേ സോൾവറുണ്ട്, മോക്യാപ്പ് ഉണ്ട്, പ്ലാനർ ക്യാമറ സോൾവറുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഈ സർവേ സോൾവറോ മോക്യാപ്പോ പ്ലാനറോ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മോക്യാപ്പിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് മോക്യാപ്പിനെ കുറിച്ച് പിന്നീട് മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് മെയിനായിട്ട് ഈ ഫസ്റ്റ് കിടക്കുന്ന 2 ഓപ്ഷനുകളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടതുള്ളത്. അപ്പം നെക്സ്റ്റ് പോവുകയാണെങ്കിൽ ലെൻസ് ഡിസ്റ്റോർഷനുണ്ട്. ലെൻസ് ഡിസ്റ്റോർഷനിൽ ബിൽഡ് ലെൻസ് എന്നൊരു ഓപ്ഷനുണ്ട്, അൺഡിസ്റ്റോർട്ട് എന്ന ഓപ്ഷനുണ്ട്, ആഡ് ഡിസ്റ്റോർഷനുണ്ട്. ഓക്കെ, ബിൽഡ് ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെക്കർ ബോർഡ് അല്ലെങ്കിൽ നമുക്ക് ഗ്രിഡുകൾ ലഭിക്കുന്ന സമയത്ത് അത് വെച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ലെൻസുകളുണ്ട്. അതായത് പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമകൾക്കൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്താണ് പ്രൊഡക്ഷനിൽ നിന്നും ഇങ്ങനെ ചെക്കർ ബോർഡ് വെച്ച് തന്നെ നമുക്ക് അല്ലെങ്കിൽ നോഡുകൾ വെച്ചിട്ട് ചില സമയങ്ങളിൽ കിട്ടാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ബിൽഡ് ചെയ്തെടുക്കേണ്ട സാഹചര്യം. അൺഡിസ്റ്റോർട്ട് എന്നുള്ള ഓപ്ഷൻ നമുക്കിപ്പോൾ
ക്യാമറ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഫൂട്ടേജ് ചില സമയങ്ങളിൽ ഡിസ്റ്റോർട്ട് ആവാറുണ്ട്. അപ്പോൾ അതിനെ അൺഡിസ്റ്റോർട്ട് ചെയ്യണം. വർക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റോർട്ട് ആയ ഇമേജിനെ ഷൂട്ട് ചെയ്തപ്പോൾ ഡിസ്റ്റോർട്ട് ആയി പോയ ഇമേജിനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അൺഡിസ്റ്റോർട്ട് ആക്കണം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ലൈൻസ് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്, മീൻസ് ഇവിടെ ഡിസ്റ്റോർഷൻ ആയിട്ടില്ല എന്നാണ്. ചില സാഹചര്യത്തിൽ നമുക്കിതിങ്ങനെ വളവ് പോലെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ബിൽഡിങ് വളഞ്ഞതിൻ്റെ ആയിരിക്കില്ല, അത് ഡിസ്റ്റോർഷൻ ആയിട്ടുള്ളത് കൊണ്ടായിരിക്കും. ആ സാഹചര്യത്തിൽ നമുക്കതിനെ നിവർത്തി നേരെയാക്കിയ ശേഷം മാത്രമേ കൃത്യമായൊരു സോൾവ് കിട്ടുകയുള്ളൂ. എന്നാൽ മാത്രമാണ് ആ ഒരു സ്ട്രക്ചർ കൃത്യമായും കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ അൺഡിസ്റ്റോർട്ട് ചെയ്തെടുക്കുന്ന മെത്തേഡ്. ഓക്കെ, ജിയോമെട്രി എന്നുള്ള ഓപ്ഷനിൽ ടെസ്റ്റ് ഒബ്ജക്റ്റുകൾ ടെസ്റ്റ് ചെയ്യാനും ഇമേജ് മോഡലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഈ ഒരു പ്രോക്സി ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബേസിക് ആയിട്ടുള്ളൊരു ഓപ്ഷനാണത്. ടെക്സ്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇത് വെച്ചുകൊണ്ട് തന്നെ നമ്മളൊരു മോഡൽ ചെയ്ത ശേഷം അതിൽ നിന്നും ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഇതെല്ലാം ഒരു ബേസിക് ആയിട്ടുള്ളൊരു ആണ്. കൃത്യമായും ഉള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡാറ്റ കിട്ടില്ല, ഒരു ലിഡാർ സ്കാൻ പോലെയൊന്നും നമുക്ക് കിട്ടില്ല. ഓൾമോസ്റ്റ് നമുക്ക് ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും. അത് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മായയോ മാക്സോ പോലുള്ള സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ബ്ലെൻഡറിലൊക്കെ കൊണ്ടുപോയി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഫോട്ടോഗ്രാമെട്രിയും സെയിം, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും. ഫോട്ടോഗ്രാമെട്രി എന്ന് പറയുന്ന സാധനം ഇപ്പം നമുക്ക് ഈ ഒരു ഇമേജിനെ വെച്ചുകൊണ്ട് തന്നെ ഇതിൽ നിന്നും നമുക്ക് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഡെപ്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്പെരിക്കൽ, സ്റ്റീരിയോ എന്ന് നമ്മുടെ ഇവിടങ്ങളിൽ ഇപ്പോൾ അധികം പ്രൊഡക്ഷനിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സ്റ്റീരിയോ, അതായത് നമ്മൾ 3D പടങ്ങളൊക്കെ കാണാറുണ്ടല്ലോ, ആ ഒരു തരത്തിലുള്ള വർക്കുകളാണ് സ്റ്റീരിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് എന്തായാലും എക്സ്പോർട്ട് ഓപ്ഷനും അതേപോലെ നെക്സ്റ്റ് യൂട്ടിലിറ്റി, ഈ 2 ഓപ്ഷനുകൾ കൂടിയാണ് നമുക്ക് പരിചയപ്പെടേണ്ടതുള്ളത്. അപ്പോൾ എക്സ്പോർട്ട് അറിയാൻ സാധിക്കും. ഡയറക്റ്റ് നമുക്ക് ഈ ഒരു നോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷനിലേക്കാണ് പോകുന്നത്. നമുക്ക് വർക്ക് ചെയ്ത ശേഷം നമുക്കിത് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് യൂട്ടിലിറ്റി എന്നുള്ളതിൽ ഇത്രയും ഓപ്ഷനുകളുണ്ട്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസുകൾ എന്തായാലും ഓപ്ഷനുകളെ കുറിച്ച് ഡീറ്റെയിൽസ് നൽകുന്നതാണ്. ഇപ്പോൾ എഡിറ്റ് ക്യാമറ, എസ്റ്റിമേറ്റ് ഫോക്കൽ, ഓറിയൻറ്റ് സീൻ, ഇമേജ് മാനിപ്പുലേഷൻ, ട്രാൻസ്ഫോം ക്ലിപ്പ്, റീപ്ലേസ് ഫുട്ടേജ്, ഷട്ടർ ഫിക്സ്, ഒപ്റ്റിക്കൽ ഫ്ലോ, ക്യാഷ്, മേക്ക് ഒബ്ജക്റ്റ്, അലൈൻ ക്യാമറ, മെർജ് ക്യാമറ. നമുക്ക് എഡിറ്റ് ക്യാമറ എന്താണെന്ന് നമുക്കറിയാം. ഇപ്പം നമ്മൾ ഈ ഒരു ഫൂട്ടേജ് ഇട്ട ശേഷം നമുക്കിതിനെ എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ സാധിക്കും. അതേപോലെ നമ്മൾ ക്യാമറ സോൾവ് ചെയ്ത ശേഷമുള്ള ക്യാമറയും നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. അതായത് അതിൻ്റെ നെക്സ്റ്റ് എസ്റ്റിമേറ്റ് ഫോക്കൽ ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അതിലും നമുക്കിവിടെ വന്ന് സാധിക്കുന്നതാണ്. ഓറിയൻറ്റ് സീനിലാണ് നമുക്കൊരു ക്യാമറ സോൾവ് ചെയ്ത ശേഷം ഗ്രിഡിന് മുകളിലായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊസിഷനിലോ ആയിരിക്കും നമ്മൾ 2D ട്രാക്ക് ചെയ്ത ശേഷം ആ ക്യാമറ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ ഉണ്ടാവുക. ആ ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് കൃത്യമായും ഗ്രൗണ്ടിൻ്റെ, അതായത് 0 പൊസിഷനിൽ, അപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് ഈ ഒരു കറക്റ്റായിട്ടുള്ള ഈ ഒരു 90 ഡിഗ്രിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ആ ഒരു ഓറിയൻറ്റേഷൻ എന്ന ഓപ്ഷൻ മൂലമാണ്. ഇമേജ് മാനിപ്പുലേറ്റർ, ഇപ്പം നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ഓപ്ഷനുകളെ കുറിച്ചാണ് നമുക്കിപ്പോൾ ഒന്നും ജസ്റ്റ് അറിയേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. ട്രാൻസ്ഫോം ക്ലിപ്പ്, ഇതും നമുക്കിപ്പോൾ എന്തായാലും ആവശ്യമുള്ളതല്ല. റീപ്ലേസ് ഫൂട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്തു, എൻ്റെ ഫോൾഡർ ഞാൻ മറ്റൊരു സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഫൂട്ടേജിൽ മാറ്റുകയാണെന്നിരിക്കട്ടെ. ഈ ഒരു ഫൂട്ടേജ് ഞാൻ എടുത്ത് മറ്റൊരു ഫോൾഡറിലേക്ക് ഇട്ടു അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രൈവിലേക്ക് മാറ്റി. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് അവിടെ കാണാൻ സാധിക്കില്ല. ആ സമയത്ത് റീപ്ലേസ് ഫൂട്ടേജ് എന്നൊരു ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ആ റീപാത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റ് ഓപ്ഷനുകൾ എന്തായാലും നമുക്കിപ്പോൾ ആവശ്യമുണ്ടാവുന്നതായിരിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്കിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത് ട്രാക്കിങ് എങ്ങനെയാണെന്നാണ്. ഓട്ടോ ട്രാക്കിംഗ് എന്നുള്ള ഓപ്ഷനായിരിക്കും ഫസ്റ്റ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്.